കൊറേ നാളായിട്ട് വിചാരിക്കുന്നു നിന്നെയൊക്കെ ഒന്ന് സൗകര്യമായിട്ട് കൈ കിട്ടാൻ. AKCPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തോടാണ് നിന്റെ കളി. വേണ്ട എടാ നിന്റെ കുറി AKCP പോലീസ് ജീപ്പിൽ കയറി ആൾക്കാരെ വരട്ടുക, പെണ്ണുങ്ങളുടെ മുമ്പിൽ ഷൈൻ ചെയ്യുക, അച്ഛക്ക് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോലീസ് ജീപ്പ് ഉപയോഗിക്കുക. ആണോ നിനക്കൊക്കെ ഇതിന് അധികാരം തന്നത്? പോലീസ് ജീപ്പിൽ കയറി നിനക്കൊക്കെ എസ്കോട്ട് പോകാമെങ്കിൽ ആ ജീപ്പിൽ കയറി ഞങ്ങൾക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞ അഹമ്മദിയാണ് തനി അഹമ്മദി. ഇനി മോളിന്ന് വിളി വരും. എടാ മോളിന്നല്ല ബോബൻ വിളിച്ചാലും നിന്റെയൊക്കെ വായിന്ന് വരാൻ പെടുന്നത് അമ്മ എന്നാണ് കേട്ടോ. എവിടാ നീ? ഒടിയട്ട് വലത്തോട്ട്. ഒരു രാജവെമ്പാലയാണ് നോവിച്ച് വിട്ടിരിക്കുന്നത്. രണ്ട് രാജവെമ്പാല. ഒരു രാജവെമ്പാല, ഒരു ചുരുട്ടയും. രാജവെമ്പാല എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിന് പ്രതികാരം ചെയ്തിട്ടേ ഞാൻ ഈ കഫ് കോളർ ഊരി മാറ്റൂ. ഞാൻ ഊരി മാറ്റത്തോളൂ. അല്ല അച്ഛനെ, ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? പ്രകാശ് കുമാർ തല്ലിയതാണെന്ന് കോളനി അറിഞ്ഞാൽ നമുക്ക് ക്ഷീണമാ. ഇപ്പൊ തന്നെ നല്ല ക്ഷീണമുണ്ട് അമ്മേ. ആരെങ്കിലും ചോദിച്ച മാർച്ചിൽ സംഭവിച്ചെന്ന് പറഞ്ഞാ മതി. അടി കിട്ടിയപ്പോ ബോധം പോയാ? ഇത് ജൂലൈ മാസമാണ്. AKCP സെക്രട്ടേറിയറ്റ് മാർച്ചിൽ മറ്റേ പോലീസുകാരുടെ മറ്റേ സംഘടനത്തിനിടയില് ജലപീരങ്കി അങ്ങനെ പറഞ്ഞാ മതി. എന്നാ പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് വല്ല ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് വരും. ഇതിലും ഭേദം സൂപ്പർ ഫാസ്റ്റ് കയറി ഇറങ്ങുന്നതായിരുന്നു. നേരെ പോട്ടെ, ലെഫ്റ്റ് അടിഞ്ഞങ്ങ് പോട്ടെ. പിന്നെ അജനെ ഒരു കാര്യം, ഞാൻ ഇതവിടെ കയറി പോന്നു, കണ്ണു കാണാനും വയ്യേ. ഇങ്ങോട്ട് ഇവിടെ. അതെ, ഒരു കാരണവശാലും ഇനി ആ പോലീസ് ജീപ്പ് എടുക്കരുത്. എന്ത്? ആര് പറഞ്ഞു? എടുക്കും. ഞാൻ ഇനിയും പോലീസ് ജീപ്പ് എടുക്കും. അവന് ആ പന്നപ്രകാശന്റെ വാക്ക് കേട്ട് ജീവിക്കാൻ ഞാൻ എന്റെ കീഴെ വീട്ടുകാരനാ. അത് ശരി. ഞാൻ ഇനിയും പോലീസ് ജീപ്പ് എടുക്കും. അവന് ധൈര്യമുണ്ടെങ്കിൽ തടയോ. എന്തിനീ കോളല്ല വാർപ്പെടുത്തിട്ട് വെല്ലു വിളിച്ചാ പോരെ? ചെല്ലു പോ. ആരെല്ലാം പെട്ടെന്ന് വിളിച്ചാ തിരിഞ്ഞു നോക്കല്ലേ, പെടലി ഉളുക്കും. ഇളി തളർന്നു കിടന്നാലും വെല്ലുവിളിയാണ് വെല്ലുവിളി. എന്റെ അത്ര വല്യ പോയാ എന്താ അമ്മ. ആരാ? വരുന്നവരെ പൊക്കിയാലേ പ്രകാശ് കുമാറിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാൻ കഴിയും. നമുക്കവനെ പൊക്കാം. കാട്, കറുത്ത കാട്. ഈ കാട്ടിൽ ആരും ഇല്ലൂടെ? ഒരു പുലി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നിന്റെ പേരെന്താടാ? രമണൻ. രാവണൻ നല്ല പേര്. രാവണനല്ല, രമണൻ. രണമൻ നല്ല പേര്. അല്ലെന്നേ, രമണൻ. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ 3 വെള്ളക്കാരാണ്, അല്ല കൊള്ളക്കാരാണ്. കൊള്ളക്കാരോ? അതെ, ഞങ്ങൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാറിനെ തിരക്കിറങ്ങിയത്. എന്തിന്? പ്രതികാരം ചെയ്യാൻ. സന്ധ്യക്ക് മുമ്പ് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾക്ക് ചമ്പൽക്കാട്ടിലേക്ക് തിരിച്ചു അവിടെ കുതിരകൾ തനിച്ചേ ഉള്ളൂ. അതിന് ഞാൻ എന്ത് വേണം? പ്രകാശ് കുമാറിനെ നീ കാണിച്ചു തരണം. ഏത് പ്രകാശ് കുമാർ? CI പ്രകാശ് കുമാറിനെ. എന്തിന് കാണിച്ചു തരണം? ചോദ്യം പാടില്ല, പറഞ്ഞങ്ങോട്ട് അനുസരിച്ചാ മതി. നിങ്ങളൊരു കാര്യം ചെയ്യും, പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഒരു 8-8:30 മണിയാകുമ്പോ പ്രകാശ് കുമാർ വരും. ആ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തടഞ്ഞു നിർത്തി ഐശ്വര്യമായിട്ട് പ്രതികാരം തീർത്തോ. സത്യമാണല്ലോ? അതെ, സത്യം. ഇതിരിക്കട്ടെ.
പിന്നൊരു കാര്യം ഞങ്ങള് 3 പാവപ്പെട്ട അല്ല കൊള്ളക്കാരില്ല. പടക്കാരായ 3 കൊള്ളക്കാർ കൂടെ വന്നതും അതന്നെ. ഇക്കാര്യത്തിനോട് ചോദിച്ചതും പുറത്താരോടും പറയരുത്. പറഞ്ഞാൽ നിന്റെ 2 കാലും 2 കുതിരകളിലായി കെട്ടി കുതിരകളെ 2 ഭാഗത്തായി പറഞ്ഞു വിടും. നീ 2 പീസ്. അത്ര ഒച്ചത്തിലുള്ള ചിരി വേണ്ട. അത് മതി അത് മതി. ഇത്തിരി ഭയാനകം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചു പോയതാ. പറഞ്ഞേക്ക് മനസ്സിലായല്ലോ. എന്നാ നീ ചെല്ല്. പോട്ടെ വെള്ളക്കാരാ. വാടാ നമുക്ക് രാവണൻ പറഞ്ഞ ഓ സ്ഥലത്തേക്ക് പോകാം. രാവണല്ല രണ്ടാമൻ. അല്ല, രാവണൻ. എന്തെങ്കിലും ആവട്ടെ, അവൻ പറഞ്ഞ പോയിന്റിലേക്ക് പോവാം നമുക്ക്. Please come in. കൂട്ടിയിരിക്കരുത്. പാമ്പുണ്ട്, സൂക്ഷിച്ച്. ഇനിയൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അതെ, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് പോണം, അവനെ കാണണം. ആരെ കാണണമെന്ന്? എടി അതല്ല, ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ ഈ വയ്യാത്ത കഴുത്ത് വെച്ചിട്ട് പോവരുന്നാ പറഞ്ഞത്. ഇവിടെ ഇവിടെ അതെ, അവനെ കണ്ട് 10 വർത്താനം പറയാതെ ഉറക്കം വരത്തില്ല. എനിക്ക് വയ്യ. എടി, ഞാൻ ഏത് വാഹനത്തിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് അവനല്ല, ഞാനാണ്. ആ, എന്നാ മനസ്സിലായോ? പോയിട്ട് വാ. ദേ നോക്ക്, പോലീസ് ജീപ്പ് തന്നെ. CI പ്രകാശ് കുമാറാണ് തോന്നുന്നു. ആടിച്ച് ചുരുട്ടിയാ അവനെ. ശരി ബൈ. ശരി ബൈ. അയ്യോ, ഒന്നും ചെയ്യരുത്. എന്നെ ഉപദ്രവിക്കരുത്. അയ്യോ, നിങ്ങൾക്ക് ആരാ? മനസ്സിലായില്ല. എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ, ചെയ്യരുത്. അയ്യോ, അയ്യോ, അയ്യോ. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലോ. അയ്യോ, അയ്യോ, എന്നെ തല്ലരുത്. അയ്യോ, 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 ഞങ്ങള് അയ്യോ, 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 ഇത് നമ്മുടെ രവിചന്ദ്രൻ നേതാവല്ലേ? എന്താ നേതാവേ? ഒന്ന് പിടിച്ചേ. ഓ, എങ്ങനെ നടന്ന മനുഷ്യനാ? അരമണിക്കൂർ കൂടി വൈകിരുന്നെങ്കിൽ നേതാവ് നമ്മളെ വിട്ടു പോയേനെ. എന്താ സംഭവിച്ചേ? എല്ലാം അവൻ ഒരുത്തനാ. ആര്? ഞങ്ങൾ ചോദിച്ചപ്പോഴും ഇത് തന്നെ മറുപടി. അവനൊരുത്തൻ. ആരാന്ന് പറ, നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. പോലീസും പട്ടാളവും ഒന്നും വേണ്ട, എല്ലാം അവന്റെ ആൾക്കാരാ. എല്ലാത്തിനെയും ഞാൻ പൊക്കും. രവി ആശാന്, എന്റെ ആശാന്, ആര് ആര് ആശാനെ, അവനൊന്നോ? കിടക്ക ഇവിടെ. എന്റെ ആശാൻ എന്ത് പറ്റിയോന്തോ? ആശാന്, 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 ആശാനെ, എന്താ പറ്റിയേ? ഞങ്ങൾ ഇറങ്ങട്ടെ പെങ്ങളെ. ആ ശരി. അല്ല, എല്ലാരും പോയാ പിന്നെ ഇവിടെ. ഞാൻ ആശാനെ. അപ്പോഴേ പറഞ്ഞതാ ആ ജീപ്പ് ഓടിച്ചോണ്ട് പോവണ്ടെന്ന്. ആ, അത് ശരി. അപ്പൊ ജീപ്പിലാണല്ലേ പോയത്? ഓ, ഞാൻ പറഞ്ഞില്ലേ ജീപ്പ് എടുക്കല്ലേന്ന്. അതല്ലേ അയാൾ ഇങ്ങനെ ഇടിച്ച് ഇഞ്ച പരിവാക്കി കിടത്തിയിരിക്കുന്നത്. ആരാ ബാലപ്പ? ആരെന്നാ? ആ പ്രകാശ് കുമാർ. അയാൾ താക്കീത് ചെയ്ത് വിട്ടാണ് പോലീസ് ജീപ്പ് കൊടുത്തോണ്ട് ഇറങ്ങരുതെന്ന്. അത് ശരി. ആശാനെ, ഇതൊന്നും കൊണ്ട് ഞാൻ തളരത്തില്ല. തളരണ്ട. നീ നോക്കിക്കോ, ഇതിന് പകരം ഞാൻ ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് രവിചന്ദ്രൻ എന്നല്ല അല്ലേ? ആശ സമാനപ്പെട്. നമുക്ക് പുതിയ കരുക്കൾ നീക്കാൻ സമയമായി. എന്ത് കരുക്കൾ? പ്രകാശ് കുമാറിനെ ഒതുക്കാനുള്ള കരുക്കൾ. കിട്ടിയതൊന്നും പോരായിരിക്കും.
അട്ടഹാസത്തിന് എക്കോ തീരെ പോരാ. എക്കോ ഇട്ട് വേണം അട്ടഹസിക്കാൻ. എക്കോയോ? അതെന്തോന്ന്? ഡാ, നമ്മള് കൊള്ളക്കാരാ. കൊള്ളക്കാരെ എക്കോ ഇട്ട് വേണം അട്ടഹസിക്കാൻ. ഇന്ന് നമുക്ക് അട്ടഹാസത്തിന്റെ ദിവസമാണ്. ശത്രു CS പ്രകാശ് കുമാറിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ദിവസം. ശ്ശെ, നമുക്ക് ജനാർദ്ദനപാട് വന്നിട്ട് അട്ടഹസിച്ചാ പോരെ? അയാൾ ഇത് എവിടെ പോയി കിടക്കുന്നത്? ഒരുമിച്ച് തൊണ്ട തുറന്നൊന്ന് അട്ടഹസിക്കാമെന്ന് വെച്ചാൽ ആളെ കാണൂല. എനിക്ക് എന്തായാലും അട്ടഹസിക്കണം. എന്തോന്നറേ ഇത്രയും വലിയക്കയോ? ഒടുക്കത്ത ഒരു ചിരി. ഇടാ, ആള് മാറിപ്പോയി. നിങ്ങൾ പോയി ആക്രമിച്ചതേ CI പ്രകാശ് കുമാറിനെ അല്ല. ആര് പറഞ്ഞു? ഇന്നത്തെ ഉച്ചപത്രത്തിൽ വാർത്തയുണ്ട്. AKCP നേതാവിനെ ജവഹർ കോളേജിലിട്ട് ഗുണ്ടുകൾ തല്ലിച്ചതച്ചെന്ന്. വേറെ എവരെയാ തല്ലിയിട്ട് വന്നത് അട്ടഹാസം മുഴക്കുന്നത് കണ്ടില്ലേ? ബായ്, ഏതൊരു കൊള്ളക്കാരന് അബദ്ധം പറ്റും. അടുത്ത തവണ ഉന്നം തെറ്റില്ല. ഉന്നം തെറ്റരുത്. ജയിലിൽ കിടക്കുന്ന ശ്രീകുട്ടന്റെ ആത്മാവിന് മനസ്സമാധാനം കിട്ടണമെങ്കിൽ പ്രകാശ് കുമാറിനെ ആക്രമിക്കണം, പിഴവുകളില്ലാതെ. അടുത്ത തവണ തെറ്റുപറ്റരുത്. അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഒന്ന് അട്ടഹസിക്കാം. ആ പ്രകാശ് കുമാർ ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലിപ്പിച്ചു. കൊണ്ടുവാടാ ബാലപ്പ, ഓമക്കത്തെഴുതാൻ എന്റെ കൈ വരുന്നെന്ന് ഒരു സമാധാനമില്ല. എന്ത് നോക്കുന്ന വാഴുത പേപ്പർ റെഡി. അമ്മ, ഈ കത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്നവരെ ഞെട്ടിക്കണം. ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, പ്രകാശന്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഞാൻ ഊമക്കത്തയക്കും. അത് വായിച്ച് എല്ലാവരും കിടുങ്ങണം. കിടുങ്ങുമടാ, കിടുങ്ങാതെ എവിടെ പോകാനാ? ഇങ്ങോട്ട് നോക്കൂ. പണ്ട് ഊമക്കത്തെഴുതലായിരുന്നു എന്റെ സ്ഥിരം പരിപാടി. എത്രയോ പേരുടെ ജീവിതം അയ്യോ ഞാൻ കത്തെഴുതി തൊലച്ചിരിക്കുന്നു. തീർത്തു കൊടുക്കണം ആശാനെ. എന്നാലേ എന്റെ ഈ അമ്മ കശേരുക്കൾക്ക് ആശ്വാസം കിട്ടും. നീ എഴുത്, മാറ്റർ ഞാൻ പറഞ്ഞു തരാം. അയ്യോ, ഞാൻ എഴുതാൻ പറ്റത്തില്ല, എന്റെ കയ്യക്ഷരം പിടിക്കും. ആശ എഴുത്. ഈ ഒടിഞ്ഞ കൈയും വെച്ചോണ്ടോ? ഈ കൈക്ക് കുഴപ്പമില്ലല്ലോ. നീ എഴുതടാ അങ്ങോട്ട്. അല്ല, ആർക്കാ എഴുതണ്ടെന്ന്? DGPക്ക് എഴുത്. ഓ, പ്രിയപ്പെട്ട DGP. പ്രിയപ്പെട്ട DGP. അല്ല, ഈ ഡി എങ്ങനെ എഴുതുന്ന? ഓ, അതല്ല, ഡാ എന്നെഴുതി പള്ളിയിട്ടാ മതി. ഓ, അങ്ങനെയാണല്ലേ. എഴുതിക്കോ. പ്രിയപ്പെട്ട DGPക്ക്. പ്രിയപ്പെട്ട DGPക്ക് താങ്കളുടെ സേനയിൽപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാർ ഒരു സ്ത്രീ ലടമ്പനും. ലടമ്പനാ? അങ്ങനെയാന്ന്. പിന്നല്ലാതെ ലടമ്പനല്ല, ലംബടൻ. ഓ, മറ്റേ അമ്പടയിലെ ലംബടൻ. എഴുത്. ലംബടനും കള്ളന്മാരുടെ കൂട്ടുകാരനുമായിരുന്നു. ഓ, കൂട്ടുകാരൻ. കള്ളന്മാരുടെ കൂട്ടുകാരനുമായിരുന്നു. പറ, രസമുണ്ട്, പറ. ആ, മയക്കുമരുന്ന് കേസിലെ പ്രതി ഇയാളുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു എന്നുള്ള സത്യം ഞാൻ പറയുകയാണ്. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി തല്ലിച്ചതക്കിയാണ് ഇയാളുടെ മറ്റൊരു ക്രൂര വിനോദം. മുഴുക്കുടിയനും സ്ത്രീലമ്പടനുമായ ഈ ക്രൂരൻ ഡിപ്പാർട്ട്മെന്റിന് എന്തിന്? പറയൂ DGP. ഇവനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്താക്കാൻ താങ്കളുടെ അധികാരം വിനിയോഗിക്കാൻ ഈ പൗരൻ ആവശ്യപ്പെടുകയാണ് എന്ന് സ്വന്തം പൗരൻ. ഇന്ന് സ്വന്തം പൗരൻ. ഓക്കെ. പ്രകാശ് കുമാറേ, അമ്മ എന്റെ അന്നനാളം തകർത്തവനെ. എല്ലാം ഉണ്ട്. ഓക്കെ, കറക്റ്റാ. മതി. ഇത് ഇന്ന് എന്നെ കൊറിയയിൽ വിടണം. അല്ല, DGP തിരുവനന്തപുരത്തല്ലേ? കൊറിയ വിടുന്ന എന്തിന്? അങ്ങനെ ഒരു ഏർപ്പാടില്ലയോ? അത് പിന്നെ കൊറിയർ.
ഇപ്പൊ തന്നെ അയക്കണേ. ഇന്ന് അയക്കുന്നു, ഇപ്പൊ അയക്കും ഞാൻ. അയക്കാൻ പറ്റില്ല, ഞാൻ ഡയറക്റ്റ് കൊണ്ടു കൊടുക്കും. ഈ കത്ത് കിട്ടിയാൽ അന്വേഷണം വരും. അവന്റെ കസേര തെറിക്കും. പ്രകാശ് ചേട്ടന്റെ സ്വീകരണ യോഗത്തിൽ ആശംസാ പ്രസംഗം നടത്തുന്നതിന് ആരെയൊക്കെ ക്ഷണിക്കാം? ആദ്യം ഡിവൈഎസ്പി രത്നാകരൻ. അപ്പൊ ഐ ജി വേണ്ടേ? ഐ ജിയെ വിളിച്ച പിന്നെ ഡി ഐ ജിയെ വിളിക്കണം, കമ്മീഷണറെ വിളിക്കണം. ഡിവൈഎസ്പി മാത്രം മതി. ഡിവൈഎസ്പിക്ക് പ്രകാശ് ചേട്ടനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാ. ഉള്ള കാര്യം തുറന്നു പറയാലോ. ടു ബി ഫ്രാങ്ക്, മിസ്റ്റർ പ്രകാശ് കുമാറിനെ കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. സാർ, ഇതൊന്നും ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞ കാര്യങ്ങളല്ല. എങ്ങനെയെങ്കിലും സാർ ഈ സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കണം. ഐ ആം ഹെൽപ്ലെസ്. മോളിൽ നിന്നുള്ള ഉത്തരവാണ്. അപ്പോ സസ്പെൻഷൻ നടപ്പിലാകും? തീർച്ചയായും. സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനായിരുന്നു ആലോചന. ഡൽഹിയിലുള്ള ശങ്കർദാസ് ഇടപെട്ടാണ് സസ്പെൻഷനിൽ ഒതുക്കിയത്. ഒതുക്കാൻ ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സാറിനിപ്പം നല്ലൊരു പേരുണ്ട്. ആ പേരിനെ കരിയോയിലൊഴിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നേതാവും കൂട്ടരും. ഈ സ്വീകരണ ചടങ്ങിൽ ഔമാരെ ഒന്നും അടുപ്പിക്കാത്തതിന് എല്ലാ എണ്ണവും വേവളവി ഇരിക്കുകയാണ്. ഇളകട്ടെ, സ്വീകരണ യോഗ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് ചെയ്യിക്കണം. ആദ്യം ആഭ്യന്തരമന്ത്രിയുടെ പേരെഴുത്. അല്ല, ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയണ്ടേ? മന്ത്രിയെയും തന്ത്രിയെയും സ്വാധീനിച്ച് സസ്പെൻഷൻ പിൻവലിക്കാമെന്നൊന്നും താൻ നോക്കണ്ട. സർവീസിൽ തിരിച്ചെടുത്താൽ അത് തന്റെ ഭാഗ്യം. സാർ, ഒരു ഉപകാരം ചെയ്യണം. എന്താ? എന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ സസ്പെൻഷനിലായ വിവരം തൽക്കാലം പുറത്തു വിടരുത്. ആരും ഇത് അറിയരുത്. എല്ലാവരും ഇതറിയണം. പ്രകാശ് ചേട്ടന് കീർത്തിമുദ്ര കിട്ടുന്നതും പൗരസമിതി സ്വീകരണം നൽകുന്നതും ഈ കോളനിയുടെ അകത്തും പുറത്തും അറിയണം. പിന്നല്ലാതെ കാശ് ചെലവാക്കിയിട്ട് ആരും അറിയില്ലെന്ന് വെച്ചാ? മണിയാ, കാശ് ചെലവാക്കിയ കാര്യമൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. നീ വേഗം ചെന്ന് ഈ മാറ്റർ പ്രസ്സിൽ കൊണ്ടുപോയി കൊടുക്ക. ഒരു 10,000 കോപ്പിയെങ്കിലും അടിക്കാൻ പറ. ശരി, ഞാൻ വായിച്ചൊന്ന് കേൾപ്പിക്കാമേ. വണ്ടി എവിടെ? വണ്ടി വർഷാപ്പിൽ കൊടുത്തു. ആ കേട്ടോ പ്രകാശ് ചേട്ടാ, ആഘോഷ കമ്മിറ്റിയുടെ ചുമതല ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. 10,000 നോട്ടീസ് അടിക്കാൻ കൊടുത്തത്. ഓ, അതൊന്നും ഇനി വേണ്ട. വേണ്ടേ? അല്ല, സ്വീകരണം വേണം. പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞത്? 10,000 നോട്ടീസ് വേണമെന്നുണ്ടോ? വേണം, എല്ലാവരും അറിയട്ടെ. പിന്നെ ആ ഡിവൈഎസ്പിയുടെ പേര് ആശംസാ പ്രാസംഗികരുടെ കൂട്ടത്തിൽ ഒന്നാമതായി അടിച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, അവരാരും വേണ്ട. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരൊന്നും ശരിയാവത്തില്ല. അതെന്താ? CBIക്കാർ തെരഞ്ഞിട്ട് കിട്ടാത്ത ആളിനെ പ്രകാശേട്ടൻ പിടിച്ചെന്നല്ലേ പത്രത്തിലൊക്കെ വാർത്ത വന്നത്? അതാണ് കുഴപ്പമായത്. എന്തു കുഴപ്പം? അല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരും വേണ്ട. വിളിച്ചാലും അവനൊന്നും വരില്ല. എല്ലാത്തിനും ഭയങ്കര അസൂയ, കുശുമ്പ് കൂട്ടങ്ങള്. പിന്നെ സ്വീകരണത്തിന് 4 ആൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ വേണ്ടേ? എത്ര പേര് വേണം? സിനിമാ രംഗത്തുള്ള പലരും എന്റെ കൂട്ടുകാരാണ്. മോഹൻലാലിനെ വിളിക്കണോ? സുരേഷ് ഗോപി വിളിക്കണോ? മമ്മൂട്ടിയെ ഞാൻ വിളിച്ച അപ്പൊ പറന്നെത്തും. കാണണോ? അയ്യോ കാണണം. വിളിക്ക് പ്രകാശേട്ടാ, വേണമെങ്കിൽ നമ്പർ ഞാൻ തപ്പിയെടുത്ത് വിളിച്ചോളാം. നീ ആദ്യം കുടിക്കാൻ എനിക്ക് ഗ്ലാസ് വെള്ളം താ. നീ ഫോൺ എടുക്ക്. ഹലോ, പ്രകാശേട്ടനില്ലേ? ഉണ്ട്. നിങ്ങളാരാ? പ്രകാശേട്ടന്റെ ചേച്ചിയല്ലേ? എന്നോട് പറഞ്ഞു പ്രകാശേട്ടൻ. ഫോൺ എനിക്കറിയില്ല. ഹലോ, ആരാ? സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനൊരു കംപ്ലൈന്റിനെ കുറിച്ച് പറഞ്ഞില്ലേ? നാളെ ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അയ്യോ, സ്റ്റേഷൻ വേണ്ട, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. ശരി ശരി. അതെന്താ സ്റ്റേഷനിൽ വരുത്താതെ അവരുടെ വീട്ടിൽ പോയി കണ്ടോളാന്ന് പറഞ്ഞത്? ദേ, ഈ സ്ത്രീയല്ലേ അന്നൊരിക്കൽ വിളിച്ചത്? അതേ തോന്നുന്നു. ഓ, ഈ സ്ത്രീക്കല്ലേ പ്രകാശേട്ടൻ മൊബൈൽ നമ്പർ കൊടുത്തത്? ആണെന്ന് തോന്നുന്നു. ഒരു തോന്നല്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരാ അവള്? സോണിയാഗാന്ധി. തമാശ കള. ദേ, ഇപ്പൊ ഇവിടെ വിളിച്ചോളോട് ഞാൻ ആരാന്നാ പറഞ്ഞത്? നിങ്ങളുടെ ചേച്ചിയാണെന്നല്ലേ? എല്ലാം ഞാൻ തീർത്തു തരുന്നുണ്ട്.
പാമ്പ് കടിച്ചോന്റെ തലയിൽ ഇടി വെട്ടിയതുപോലെ ആയല്ലോ.